ഈ സാമ്പിളിംഗ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഈ സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുന്നത്. അത് നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? അതായത് എനിക്കിപ്പോൾ ഒരു സാമ്പിളിംഗ് മെത്തേഡ് എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെന്നായിരുന്നു. ഫോർ എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ സ്റ്റഡി ചെയ്ത് തീർക്കണം. അതുകൊണ്ട് ഞാൻ കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എടുക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ശരിക്കും നമ്മൾ സാമ്പിളിംഗ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ പാർട്ടിസിപ്പൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്റ്റഡി നടത്തുന്നതെന്നുള്ളതും പ്ലസ് നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റീവും പാർട്ടിസിപ്പൻസിൻ്റെ നേച്ചറും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാമ്പിളിങ് ചൂസ് ചെയ്യുന്നത്. നമ്മളുടെ ആവശ്യം ജനറലൈസ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. പ്രോബബിലിറ്റി സാമ്പിളിങ് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലിസ്റ്റ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് വേണം. അങ്ങനെ അല്ല എന്നുള്ളെങ്കിൽ നമുക്ക് കോണ്ടെക്സ്ചറൈസ് ചെയ്ത് മാത്രം നമ്മളുടെ റിസൾട്ടിനെ ജനറലൈസ് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നോൺ പ്രോബബിലിറ്റി എടുത്താൽ മതി. എന്നാൽ നോൺ പ്രോബബിലിറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങൾ വേറെ ഒരുപാടുണ്ട്. പാർട്ടിസിപ്പൻസിനെ ഫുൾ ലിസ്റ്റ് നമ്മളുടെ കയ്യിലില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം നോൺ പ്രോബബിലിറ്റിക്കകത്ത് എനിക്ക് സ്നോബോള് എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? അവിടെയും പ്രശ്നമുണ്ട്. ഹിഡൻ ഹാർഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസിൻ്റെ ഇടയ്ക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ? സ്നോബോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടൈം സാമ്പിളിംഗ് ഡിസൈൻ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്താ ഓർക്കണം? ചുമ്മാ തോന്നിയതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നന്നായിട്ട് ആലോചിച്ച് അതിൻ്റെ ലോജിക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ? സാമ്പിളിംഗ് ടെക്നിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ.